ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കാനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നീക്കത്തിനെതിരെ രാജ്യത്ത് വൻ പ്രതിഷേധം. ആയിരക്കണക്കിന് ഗ്രീൻലാൻഡുകാർ മഞ്ഞുമൂടിയ തെരുവുകളിലൂടെ അമേരിക്കയുടെ നയത്തിനെതിരെ എതിർപ്പുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ഗ്രീൻലാൻഡിന്റെ സ്വയംഭരണത്തെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ നടന്ന ഈ പ്രതിഷേധങ്ങൾ വൻ ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമാവുകയാണ്. ഗ്രീൻലാൻഡ് വിൽപ്പനയ്ക്കില്ല എന്ന് കുറിച്ചിരിക്കുന്ന ഫലകങ്ങളും പതാകയും ഉയർത്തിപ്പിടിച്ച് പോലീസിന്റെ നിരീക്ഷണത്തിൽ US കോൺസുലേറ്റിലേക്ക് ആയിരക്കണക്കിന് ഗ്രീൻലാൻഡുകാർ മാർച്ച് നടത്തി. ഗ്രീൻലാൻഡിന്റെ തലസ്ഥാനമായ ന്യൂക്കിലെ ജനസംഖ്യയുടെ 1/4 ഭാഗവും ഈ മാർച്ചിന് അനുഗമിച്ചതായി അധികൃതർ കണക്കാക്കുന്നു. 20,000-ൽ താഴെ ജനസംഖ്യയുള്ള നഗരത്തെ സംബന്ധിച്ച് ഇത് അസാധാരണമായ പങ്കാളിത്തമാണ്. ഗ്രീൻലാൻഡിന്റെ സ്വയംഭരണത്തെ അട്ടിമറിക്കാനുള്ള ട്രംപിന്റെ നീക്കത്തെ തങ്ങൾ ചെറുക്കുമെന്ന് പ്രധാനമന്ത്രി ജെൻസ് ഫെഡറിക് നെൽസൺ പറഞ്ഞിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപിന്റെ നിയന്ത്രണം അമേരിക്കയ്ക്ക് വേണമെന്ന് ട്രംപ് മാസങ്ങളായി ആവശ്യപ്പെടുന്നുണ്ട്. പൂർണ്ണ നിയന്ത്രണത്തിൽ കുറഞ്ഞതൊന്നും അംഗീകരിക്കാനാവില്ല എന്നാണ് ട്രംപിന്റെ നിലപാട്. US-ന്റെ നാറ്റോ സഖ്യകക്ഷി കൂടിയായ ഡെൻമാർക്കിന്റെ നിയന്ത്രണത്തിലുള്ള ആർട്ടിക് ഭൂപ്രദേശമാണ് ഗ്രീൻലാൻഡ്. ദേശീയ സുരക്ഷാ താൽപര്യങ്ങൾ നിറവേറ്റുമെന്നും പ്രതിരോധ കൂട്ടുകെട്ട് ശക്തിപ്പെടുത്തുമെന്നും അവകാശപ്പെട്ടുകൊണ്ടും അമേരിക്കയുടെ സുരക്ഷയ്ക്ക് ദ്വീപിന്റെ നിയന്ത്രണം അത്യാവശ്യമാണെന്നുള്ള വാദം മുൻനിർത്തിയുമാണ് ട്രംപ് ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നത്. അമേരിക്കയുടെ നടപടികൾ ചെറുക്കാനുള്ള നീക്കവുമായി യൂറോപ്യൻ രാജ്യങ്ങളും രംഗത്തെത്തിയിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്.